നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ആഴ്സണലിനെ നോക്കണ്ട, നമ്മളെ കാര്യം നോക്കിയാൽ മതി. കൂടുതൽ ഇമ്പ്രൂവ് ആവണം, മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഉറപ്പുണ്ട്. എർലിംഗ് ഹാലൻഡ് ആവേശത്തോടു കൂടി പറയുകയാണ്. ഇപ്പം ഇന്നലെ ഫുൾഹാമിനോട് ബുദ്ധിമുട്ടിയാണ് സിറ്റി വിജയിച്ചത്. 5 ഗോളുകൾ അടിച്ചു. 5-1 ലീഡുണ്ടായിരുന്ന സിറ്റിയാണ്, പിന്നെ 4-5 ജയിച്ചത്. ഏതായാലും എർലിംഗ് ഹാലൻഡ് ഗോൾ അടിച്ചു. പ്രീമിയർ ലീഗിൽ 100 ഗോളുകൾ നേടുന്ന ഏറ്റവും വേഗത്തിൽ നേടുന്ന താരമെന്ന റെക്കോർഡൊക്കെ ഇട്ട് നിൽക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് അദ്ദേഹം ആഴ്സണലിനെ കുറിച്ച് വല്ലാതെ അങ്ങ് ചിന്തിക്കേണ്ടെന്ന് പറയുന്നത്. ആഴ്സണൽ ഇപ്പോൾ പ്രീമിയർ ലീഗിൽ 13 കളി 30 പോയിൻറ്റോടെ ഒന്നാമതാണ്. അപ്പോൾ ഈ ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വരുന്നത്. വി ഷുഡൻ തിങ്ക് ടു മച്ച് അബൌട്ട് ആഴ്സണലിനെ കുറിച്ച് നമ്മൾ ഒരുപാട് അങ്ങ് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം വി ഷുഡ് ഫോക്കസ് ഓൺ അവർ സെൽഫ്. നമ്മുടെ സ്വന്തം കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം, എന്നിട്ട് ഇമ്പ്രൂവ് ചെയ്യണം. എന്താണ് സംഭവിച്ചത് ഈ കളിയിൽ നോക്കുക. 4 ഗോൾ നമ്മൾ തിരികെ വാങ്ങി. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കണം. കാരണം ഇത് പോരാ, നമുക്കെല്ലാവർക്കും അറിയാം ഇത് പോരാ എന്ന്. സോ വി നീഡ് ടു ഇമ്പ്രൂവ് ആസ് എ ടീം. ഒരു ടീം എന്ന നിലയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം. അതാണ് നമ്മുടെ ഫോക്കസ് ആവേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അല്ലാതെ ആഴ്സണലിനെ നോക്കിയിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെ എർലിംഗ് ഹാലൻഡ് പറയുന്നു. അത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ ആഴ്സണൽ 13 കളി 30 പോയിൻറ്റ് ഒന്നാമത്, സിറ്റി 14 കളി 28 പോയിൻറ്റ് തൊട്ടുപുറകിലുണ്ട്. 2 പോയിൻറ്റ് വ്യത്യാസമേ ഉള്ളൂ. ശരിയാണ്, ആഴ്സണൽ ഒരു കളി കുറച്ചേ കളിച്ചുള്ളൂ. ഇന്നത്തെ കളി എന്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. പക്ഷേ ആഴ്സണലിന് ഒരു കാലിടറിൽ സംഭവിച്ചാൽ മുന്നോട്ട് പോകാനുള്ള കയ്യെത്തും ദൂരത്ത് തന്നെയാണ് സിറ്റി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഴ്സണലിനെ കുറിച്ച് വല്ലാതെ അങ്ങ് വേവലാതിപ്പെടേണ്ട, അത് തന്നെ ഇങ്ങനെ ചിന്തിച്ചിരിക്കേണ്ട എന്ന് തന്നെ സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ് പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.